ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ മാം എന്ന ഹിന്ദി കവിതയാണ്. മാം എന്നാൽ അമ്മ എന്നാണ് അർത്ഥം, മദർ. നമുക്ക് നമ്മുടെ കവിതയിലേക്കൊന്ന് പോകാം, കവിതയ്ക്കൊന്ന് വായിച്ചു നോക്കാം. माम तुम कितनी भोली भाली, कितनी प्यारी प्यारी हो, दिल से सच्ची मिसरी जैसी, सारे जग से न्यारी हो. मेरे मन में जोश तुम्ही से, तुमसे ही प्रकाश, मुझ में साहस तुमसे आता, तुमसे ही विश्वास. ഈ കവിത എഴുതിയത് ആരാണ്? അനുഭവരാജ് എന്ന കവിയാണ്. ആരേ കവി? കവിത എഴുതുന്നയാളെയാണ് കവി എന്ന് പറയുന്നത്. ഇത് എഴുതിയത് അനുഭവരാജ് എന്ന കവിയാണ്. സോ നമുക്ക് വീണ്ടും വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. മാം തും കിത്തനി ഭോലി ഭാലി, അമ്മേ നിങ്ങൾ എത്രമാത്രം നിഷ്കളങ്കയാണ്, എത്രമാത്രം ഇന്നസെൻ്റാണ്. ഭോലി ഭാലി മീൻസ് ഇന്നസെൻ്റ്, നിഷ്കളങ്കം. കിത്തനി പ്യാരി പ്യാരി ഹോ, എത്ര ലവ്ലിയാണ്, എത്ര സ്നേഹമയാണ്, ലവ്ലി. കിത്തനി പ്യാരി പ്യാരി ഹോ, എത്ര സ്നേഹമയ്യാണമ്മ എന്നാ പറയുന്നത്. ദിൽ മേ സച്ചി മിസരി ജൈസി, മനസ്സിൽ കൽക്കണ്ടം പോലെയാണ്. കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ മധുരമുള്ള കട്ടയാണ്, പഞ്ചസാരക്കട്ട പോലെ, ഇച്ചിരി വലിയ തരികളായിട്ട് കാണപ്പെടുന്നവയാണ്, വലിയ കട്ടയായിട്ടും വരും. ദിൽ സേ സച്ചി മിസരി ജൈസി, മനസ്സുകൊണ്ട് ഒരു മധുരക്കട്ടയാണ്, കൽക്കണ്ടമാണ്. മിസരി മീൻസ് കൽക്കണ്ടം. സാരേ ജഗ് സേ ന്യാരി ഹോ, സാരേ ജഗ്സ്, ഈ ലോകത്തിലേക്കും ഏറ്റവും ലവ്ലിയാണ്, ഏറ്റവും ലവ്ലിയാണ്, ഏറ്റവും സ്നേഹമണിമയാണ് അമ്മ. മേരെ മൻമേ ജോഷ് തുമീസേ, എൻ്റെ മനസ്സിൽ ജോഷ് തുമീസേ, എൻ്റെ മനസ്സിൽ ധൈര്യവും ആ എനർജിയും അതൊക്കെ വരുന്നത് അമ്മയിൽ നിന്നാണ്. മേരെ മൻമേ ജോഷ് തുമീസേ, അമ്മയിൽ നിന്നാണ് എൻ്റെ മനസ്സിലേക്ക് ധൈര്യം കടന്നു വരുന്നത്, എൻ്റെ മനസ്സിലേക്ക് ഊർജം കടന്നു വരുന്നത്, എനർജി കടന്നു വരുന്നത് അല്ലേ. എനിക്ക് കിട്ടുന്ന എനർജി എൻ്റെ അമ്മയിൽ നിന്നാണ്. തുംസേ ഹി പ്രകാശ്, നിങ്ങളിൽ നിന്നാണ് അല്ലെ, അമ്മയിൽ നിന്നാണ് എന്തു വരുന്നത്? തുംസേ ഹി പ്രകാശ്, അമ്മയിൽ നിന്നാണ് വെളിച്ചം കടന്നു വരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് അറിവിൻ്റെ വെളിച്ചം കടന്നു വരുന്നതും അമ്മയിൽ നിന്നാണ്. തുംസേ ഹി പ്രകാശ്, വെളിച്ചം കടന്നു വരുന്നതും അതുപോലെ തന്നെ അറിവ് കടന്നു വരുന്നത്. അറിവ്, പ്രകാശം മീൻസ് വെളിച്ചമാണ്, അറിവിൻ്റെ വെളിച്ചം നമ്മിലേക്ക് കടന്നു വരുന്നത് അമ്മയിൽ കൂടിയാണ്. മുച്ച്മേ സാഹസ് തുംസേ ആത്ത, എന്നിൽ ധൈര്യം കടന്നു വരും. സാഹസം എന്ന് പറയുന്നത് ധൈര്യമാണ്, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പേടിയില്ലായ്മ. മുച്ചസേ സാഹസ് തുംസേ ആത്ത, എൻ്റെ ഉള്ളിലേക്ക് ധൈര്യം, എന്തും ചെയ്യാനുള്ള ധൈര്യം കടന്നു വരുന്നത് അമ്മയിൽ നിന്നാണ്. തുംസേ ഹി വിശ്വാസ്, എന്നിലേക്ക് വിശ്വാസം എന്നുള്ള കാര്യം കടന്നു വരുന്നതും അമ്മയിൽ നിന്നാണ്. തുംസേ ഹി വിശ്വാസ്, അമ്മയിലൂടെയാണ്, അമ്മയിൽ നിന്നാണ് എന്നിലേക്ക് വിശ്വാസം കടന്നു വരുന്നത്. ഇതൊരു കവിതയാണ്, നല്ല കവിതയാണ്. ഇത് എഴുതിയത് അനുഭവരാജാണ്. ഈ കവിത ആവർത്തിച്ച് വായിക്കണം, വായിച്ച് നന്നായിട്ട് പഠിക്കണം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കവിതകൾ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടായിരിക്കും. നല്ല ഈണത്ത് ചൊല്ലി പഠിച്ച് വയ്ക്കണം. വലുതായി കഴിയുമ്പോൾ ആരെങ്കിലും ചോദിക്കും, 2ാം ക്ലാസ്സിൽ പഠിച്ച ആ കവിതയൊന്ന് ചൊല്ലാവോ എന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ ചൊല്ലാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളിത് കാണാതെ പഠിക്കാം കേട്ടോ. ഈണത്തിൽ ചൊല്ലിയാൽ മതി, പെട്ടെന്ന് കാണാതെ പഠിക്കാം. അർത്ഥമൊക്കെ പഠിക്കണം. പരീക്ഷയിൽ നന്നായിട്ട്
ഇത് അവതരിപ്പിക്കാനും കഴിയണം. കേട്ടോ? അപ്പോൾ ഇതിലെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. ഫോലി ഫാലി നിഷ്കളങ്ക, പ്യാരി പ്യാരി മീൻസ് ലവ്ലി, മിസരി മീൻസ് കൽക്കണ്ടം, ന്യാരി മീൻസ് ലവ്ലി, ജോഷ് മീൻസ് എനർജി, ധൈര്യം, പ്രകാശ് മീൻസ് വെളിച്ചം. പ്രകാശം അറിവാണ്, നോളജാണ് കേട്ടോ. പ്രകാശം അറിവിൻ്റെ വെളിച്ചമാണ് പ്രകാശ്. ഉച്ചസേ സാഹസ്, സാഹസ് മീൻസ് ധൈര്യം. അപ്പോൾ ഈ അർത്ഥങ്ങളും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.